ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഈ നിൽക്കുന്ന നിൽപ്പിൽ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ സക്സസ് ആവാന്ന് പറയത്തില്ലേ, ഒറ്റ മൈൻഡിലുള്ള തീരുമാനം. അങ്ങനെ ഒരു ഒറ്റ മൈൻഡിൽ ഞങ്ങൾ പോകുന്നത് കസോൾക്കാണ് കേട്ടോ. കുറേ നാളായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു ട്രിപ്പ് പോകണമെന്ന്. അങ്ങനെ സാറ്റർഡേ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നേരെ കസോൾക്ക് വിടാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ചണ്ഡീഗഡിൽ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ ഓർക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ബിരിയാണിയൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്കും ഞാൻ വീഡിയോ എടുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നന്ദു കുറേ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. കാരണം നമ്മൾ ഓവർനൈറ്റ് ഇരിക്കണമല്ലോ. ഡൽഹിയിൽ ഒരു 11 അവറുണ്ട് അങ്ങോട്ടുള്ളൊരു യാത്ര. അങ്ങനെ രാവിലെ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് നല്ല ബ്യൂട്ടിഫുൾ സീനറിയാണ്. ഞാൻ ആലപ്പുഴയിൽ നിന്നുള്ള ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഹൈ റേഞ്ച് മൗണ്ടൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ക്യൂരിയസ് ആണ് അവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് ഹെൽത്ത് കുറച്ച് പ്രശ്നമുണ്ട്. എനിക്ക് ബസ്സിലൊന്നും അത്രയ്ക്ക് കയറാൻ പറ്റില്ല. വോമിറ്റ് ചെയ്യും, അതേപോലെ തല ഇറങ്ങിയൊക്കെ വീഴും. അതുകൊണ്ട് കൂടെ ഉള്ളവർക്കെല്ലാം ഞാൻ ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കും. പിന്നെ ഇതിപ്പോൾ നന്ദു ആയതുകൊണ്ട് അവനിങ്ങനെ എന്നെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ വോമിറ്റ് ഒക്കെ ചെയ്ത് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു ശാന്തതയുണ്ടല്ലോ. ഒന്ന് വോമിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ തലയൊക്കെ നേരെ നിൽക്കും. അപ്പോഴാണ് ഞാനിങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കി ഇങ്ങനെ ആസ്വദിച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഭയങ്കര പീസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് ഈ മൗണ്ടൻസ് ഒക്കെ കാണാൻ. പിന്നെ ഇങ്ങനെ വെള്ളം കുത്തനെ ഇങ്ങനെ ഒഴുകുവാണ്. ഇടയ്ക്കൊക്കെ റോഡ് ഇടിഞ്ഞിട്ടൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ. നമ്മുടെ എന്താ പറയുക, നാഷണൽ ഹൈവേ ഇല്ലേ ഇവിടുന്ന് കാശ്മീർക്ക് പോകുന്ന അത് സെയിം റൂട്ടാണെന്ന് തോന്നിയതും എനിക്ക് അറിയത്തില്ല അത്രേ. അങ്ങനെ നമ്മൾ മണാലിക്ക് പോകുന്ന ബസ്സിലായിരുന്നു കയറി. അപ്പം നമ്മളൊരു സ്റ്റോപ്പിൽ ഇറങ്ങി. ഇനി ഇവിടുന്ന് വേണം നമുക്ക് കസോൾക്ക് പോകാൻ. ഒരു 64 എന്തോ കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. അപ്പം നമ്മൾ അവിടുത്തെ ഒരു പ്രൈവറ്റ് ബസ്സിലാണ് കയറിയത്. അവിടെ നിറയെ അങ്ങോട്ടുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. നല്ല മനുഷ്യരാണ്. നമ്മളിങ്ങനെ നോക്കി ചിരിച്ചൊക്കെ കാണിക്കുന്നത് നല്ല നല്ല കുറേ ആളുകൾ. പക്ഷേ ഞാൻ അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെയും പരിപാടി അവതരിപ്പിച്ചു. ഞാൻ ഛർദ്ദിച്ചു. പക്ഷേ അവരൊക്കെ പാവങ്ങളാണ് കേട്ടോ. നമ്മളൊരു വല്ലായ്മയായിട്ടൊന്നും നോക്കിയോ ഒന്നും ചെയ്തില്ല കേട്ടോ. ഞാൻ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് റൂമിലോട്ടാണ്. അവിടെ ചെന്നൊന്ന് ഫ്രഷ് ആണ്. ഇതാണ് നമ്മളെടുത്ത റൂം. പക്ഷേ ഇവിടുത്തെ ബാൽക്കണി കിട്ടുവാണ് കേട്ടോ. അവിടെ ഒരു വലിയ മൗണ്ടൻ ഉണ്ട്. അതിങ്ങനെ നമുക്ക് നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും. നമുക്കിങ്ങനെ പതിയെ അവിടെ പോയി കസാരയൊക്കെ ഇട്ടിരുന്ന് ഒരു ചായയൊക്കെ കുടിക്കാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ. പിന്നെ നമ്മളൊരു വണ്ടി റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ യാത്രകൾ തുടരും.